സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും നിൽക്കുന്നത് കൊച്ചിയിലുള്ള ഏവിയേറ്റേഴ്സ് ഏവിയേഷൻ അക്കാഡമിയിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടല്ലോ, കിടുക്കാച്ചി കുട്ടികളായിരുന്നു. അതുക്കും മേലെയാണ് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും അവരുടെ പെർഫോമൻസ് നോക്കാം. നാടോടി ലാലേട്ടൻ്റെ മനോഹരമായൊരു ചിത്രമായിരുന്നു. അതിൽ ഒരു സീക്വൻസിൽ കുഞ്ഞ് വെള്ളത്തിൽ വീഴുകയും ആ കുഞ്ഞിനെ ലാലേട്ടൻ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ട് NN പിള്ള ഒന്ന് പാരിതോഷികം കൊടുക്കുന്നൊരു സീനുണ്ട്. ആ പാരിതോഷികം അദ്ദേഹം നിരസിച്ചിട്ട് പറയുന്ന കുറച്ച് രസകരമായ മാസ് ഡയലോഗാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർ എന്നെ വെള്ളം കുടിപ്പിക്കുമോ അതോ അവർ വെള്ളം കുടിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ കുടിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പേരെന്താണ്? പേര് ജോഫിൻ, വീട് എടപ്പള്ളിയിലാണ്, കൊച്ചിയിലാണ്. അപ്പോൾ റെഡി, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം. പാട്ട് പാടുമോ? പാട്ട് ഭക്തിഗാനം മതി. മതി. പിന്നെന്താ, ഭക്തിയൊക്കെ നമുക്ക് വേണ്ടുള്ള പാട്ടല്ലേ. പടി. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തളിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാളയൻ്റെ ഉടയവനെ, കഴുതയൻ്റെ ഉടയവനെ, പക്ഷികൾ അറിയുന്നില്ല, എഞ്ചനം അറിയുന്നില്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാണ്, പഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്. നീ സുലൈമാനല്ല, ഹനുമാനാണ്. അത് നന്നായിരുന്നു കേട്ടോ. അത് നീ പാടാൻ കാണിച്ച മനസ്സിനാണ് ഈ കയ്യടി തന്നത് കേട്ടോ. ഇറക്കുന്നോ? ഓക്കെ. ആ വെള്ളത്തിൽ കിടക്കുന്ന ആ കൊച്ചിന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ അടുത്ത പാട്ട് വിചാരിച്ചില്ലേ? ഈ ലോകത്തിലെ സകല ചായത്തോട്ടങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആ കൊച്ചിന്റെ ജീവൻ തിരിച്ചു പിടിക്കുമായിരുന്നു. നീ എന്നിട്ട് മനുഷ്യന്റെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ആവിഷ്കരിച്ച സമ്പ്രദായമാണിത്. എന്നെ കൊണ്ട് പോരുത്. അല്ലില്ല, മെഹനെ കാശ് സമ്പാദിക്കേ, കൊതിയോളം സമ്പാദിക്കേ, ഒടുവിൽ ഉടയ തമ്പുരാൻ വിളിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ല. ഇതാരും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഈ ലോകം എത്ര മനോഹരമാണ്. ഇവിടെ കുറെ സ്ഥലങ്ങൾ അലയാനുണ്ട്. ഇവിടെ കുറെ സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ട്, അലയാനുണ്ട്. എന്നെപ്പോലുള്ളവർക്ക് അലയാനുണ്ട്. പിന്നെ എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ഉറക്കം വരില്ല. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. മസ്തിഷ്കത്തിൽ 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 മസ്തിഷ്കം മസ്തിഷ്കം. ഞാൻ ഇത്ര പറഞ്ഞു. മസ്തിഷ്കം 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 കം 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 മസ്തിഷ്കം മസ്തിഷ്കം മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിൽ പെട്ട പ്രളയം. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന കൈയടിച്ച് ഓടിയ നിനക്ക് വേണ്ടിയിട്ട്. കാരണം നീ ഏറ്റവും നീ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചത് പറയിപ്പിക്കുന്നത്. ഇങ്ങോട്ടോ, ഞാൻ കണ്ടില്ല. പേരെന്താണ്? സോറി, ഇങ്ങോട്ടോ. അശ്മിത. എവിടെയാണ്? നാട് എവിടെയാണ്? എറണാകുളത്ത്. ഇവിടുത്തെ ഫാക്കൽറ്റി ആണോ? ഓക്കെ. ഒന്ന് പറഞ്ഞുകൂടാ പുള്ളിക്ക്? കാരണം നല്ലോണം പെർഫോം ചെയ്ത ഒരാളാണ്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഒന്നുകൂടെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ശരി, രക്ഷപ്പെട്ടു. അപ്പൊ ഓക്കെ, താങ്ക് യു. നന്നായിരുന്നു മോനെ. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. എന്താ പേരെന്താന്ന്? എന്തുവാടെ പേര്?
എന്ത് പറ്റി? ഹലോ ടെസ്റ്റിംഗ് ഇതൊക്കെയാണല്ലോ ഇത് ഏത് ഭാഷ? അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഏ? അമ്മ, ആ പിള്ളേർക്ക് ഇതെന്റെ പേരെന്ത് വരുന്നെന്ന് ആള് മരിച്ചു കേട്ടോ. നീയൊക്കെ കൂടി അവസാനം എന്നെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാ. ജനാധിപത്യം അല്ലേ കുട്ട, ആരെങ്കിലും ഒക്കെ ചാവണ്ടേ? എന്തൊക്കെയുണ്ട്? സുഖം. എന്താണ് പേര്? സൈഫാന. സൈഫാന. നാട്? ഇവിടെ കൊച്ചി തന്നെ. ഇടക്കൊച്ചിയിലോ? ഇടക്കൊച്ചിയിലെവിടെ? കൊച്ചിയില്. ആ, ഓക്കെ. കളമശ്ശേരി. കളമശ്ശേരി. ഓക്കെ. അപ്പൊ തുടങ്ങാം. റെഡി? ആ വെള്ളത്തിന്റെ ജലകണികകളിൽ നിന്ന് ആ വെള്ളത്തിൽ കിടക്കുന്ന കൊച്ചിന്റെ പറ കേക്കട്ടെ. കാറ്റ് പോയിരുന്നെങ്കിൽ ആ. ചായക്കട. അയ്യോ, കാറ്റ് പോയെന്നേ ചായക്കട നടത്തി നമുക്ക് ജീവിക്കായിരുന്നു. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു. 1 2 3 സ്റ്റാർട്ട്. ആ വെള്ളത്തിൽ കിടക്കുന്ന കൊച്ചിന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തില് സകല തേയില ചായത്തോട്ടങ്ങളും വിറ്റ് കിട്ടുന്ന പൈസ കൊടുത്താലും പോയ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. ഉസ്രലി ചെറുതായിട്ടൊന്നും മരിച്ചു, പക്ഷെ ബോഡി ഫുള്ളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യന്റെ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആവിഷ്കരിക്കുന്ന സമ്പ്രദായമാണ് പണം. അല്ല, കാശ്. എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്? 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ, ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്കേ മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. While we were walking. എന്താണ്? While we were walking. മലയാളം ശരി. എക്സ്ക്യൂസ് മീ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പാവമാണ്, എന്നെ അറസ്റ്റ് ചെയ്യരുത്. വാട്ട്സ് ദി ടൈം നൗ? ടൈം ബാഡ് ടൈം. സിമ്പിൾ ആയിട്ടൊരു സാധനം പറഞ്ഞുതരാം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി വീഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉണ്ട് കുണ്ടിൽ വീണു. മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ്. അപ്പൊ കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നത്. എന്ത് കറക്റ്റ് സമയത്ത്? അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊരു വഴിക്കാക്കിയേനെ. ഓ, അല്ലെങ്കിൽ ഞങ്ങളൊരു വഴി ആയല്ല. While we were walking. While we were walking. we were walking. we were watching. we were watching. Windows washers wash Washington's windows. While we were walking. while we were watching. പിന്നെ വയലില്ല. we were watching. we were watching. washing windows. window washers. window washers. wash. Washington's windows. Washington's windows. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഞാൻ പഠിച്ചു. വയൽ. അയ്യോ, വയലല്ല പാടം. ഇവിടെ പാമ്പില്ല. വയൽ. While we are walking. we were walking. watching. എന്ത്? അല്ല, window watching. watching. window washing. window washers. wash. എവിടുത്താ? വാഷിംഗ്ടൺസ് വിൻഡോസ്. Washington's windows. എന്തുകൊണ്ട്? വാം വാഷിംഗ് വാട്ടർ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പറഞ്ഞേ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പറ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് അങ്ങനെ പറ. ഞാൻ പറഞ്ഞാണത്. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? അയ്യേ, ഇതുപോലും പറയാൻ പറ്റുന്നില്ലേ? പഠിക്കണ്ടായിട്ടുള്ളത് വേണ്ട, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പറ. രാധേ, ഇത്രയും നേരം നീ ഇടവയായിരുന്നു. എടോ, നാക്കുളുക്കാതെ ഡയലോഗ് പോലും പറയാൻ പറ്റാത്ത തനിക്ക് എങ്ങനെ ചാൻസ് തരാൻ പറ്റില്ല? എനിക്ക് മനസ്സിലായില്ല. ഞാനീ പറയുന്നത് നിനക്ക് പറയണം. ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്കില്ലേ അത് പറ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് അത് പറ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. എന്ത്? പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പെട്ടെന്ന് പറ. പഠിക്കേണ്ട ഇങ്ങനത്തെ മറച്ചോട് പോലെ ആരെങ്കിലും പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ട അത്ര ഉള്ളൂ. എന്താണ് പഠിക്കേണ്ട അത്ര കേട്ടോ? ഇപ്പള് കണ്ടല്ലേ പാസിയ കണ്ടിട്ട് നാണ് അടുത്ത ബസ്സുക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ. ഇതെന്ത് ഭാഷ? കച്ചറ.
പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടുള്ളത്. എന്ത്രോ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പഠിക്കേണ്ടതായിട്ടുള്ളത്. അയ്യോ, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. എനിക്കറിയാമല്ല. പിന്നെ നിനക്ക് എന്തോ അറിയാവുന്നത്? മോളെ പറഞ്ഞു ഇവിടെ പറ. പഠിക്കേണ്ടതായിട്ടുള്ളത്. വേണ്ട, പഠിക്കണ്ട. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. കറക്റ്റ് പറഞ്ഞേ. പഠിക്കേണ്ടതായിട്ടുള്ളത്. പറഞ്ഞേ. പഠിക്കേണ്ടതായിട്ടുള്ളത്. വെരി ഗുഡ്. വാ, വരൂ മോളെ. അപ്പൊ ഓക്കെ, താങ്ക് യു. പോയിക്കോ മക്കള്. സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. എന്താ പേര്? ലിജിത. അത് പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആയിട്ട്. പഠിക്കേണ്ടതായിട്ടുള്ളത്. അയ്യോ പോയി. പഠിക്കേണ്ടതായിട്ടുള്ളത്. അയ്യോ എന്നാ ലേറ്റ്? ഇയാളെ എന്നെ കോച്ചാൻ വന്നാണോ? ഒരു കാര്യം ചെയ്യാം, വന്നേ ആക്ടിങ്ങിലേക്ക്. റെഡി അല്ലേ? റെഡി, ആക്ഷൻ. ആ വെള്ളത്തിൽ വീണ ആ കുട്ടി മരിച്ചുപോയ. പറയും, ഫേസ് നോക്കി തന്നെ പറയും. ഏത് തമ്പുരാന്റെ അടുത്ത് ഞാൻ പറയും. ആ വെള്ളത്തിൽ വീണ് കുട്ടിയുടെ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള ചായത്തോട്ടങ്ങളെല്ലാം വിറ്റ് കിട്ടുന്ന ആ പണം മുതലേ. ശകുന്തളയുടെ കാലിലല്ലേ ഗർഭമുന കൊണ്ടത്? അയ്യോ, ഗർഭമുന അല്ലടാ, ദർഭമുന. അതെന്തൊരു മോനായാലും കൊണ്ടത് കാലിൽ തന്നെ. പ്രതിഫലമായി നൽകിയാലും ജീവൻ തിരിച്ചു കിട്ടുമോ? മനുഷ്യൻ പരസ്പര വിശ്വാസത്തിനായി വിശ്വാസത്തിനുള്ള സമ്പ്രദായമാണ് മഹനനെ. അത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരാളുണ്ട്, പറഞ്ഞോളൂ മോനെ. മെഹനെ. ഞങ്ങളുടെ വീട്ടിൽ TV കേബിൾ വന്നിട്ട് 6-7 മാസമായുള്ളൂ അല്ലേടി. മഹനനെ ഈ പണം സമ്പാദിക്ക്, കൊതി തീരും വരെ സമ്പാദിക്ക്. ഒരു നാൾ ഉടയ തമ്പുരാൻ വന്ന് ഉടയ തമ്പുരാൻ വന്ന് വിളിക്കുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകണം. ഇവിടെ ഒന്നും ഇട്ടിട്ട് പോകരുത്, എല്ലാം കൊണ്ടുപോകണം. പോയവരാരും കൊണ്ടുപോയിട്ടില്ല. ഈ ഭൂമിയിൽ ഇത്ര വലുപ്പത്തിൽ കിടക്കുകയാണ് ഭൂമി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്നെ പോലുള്ളവർക്ക് അലയാൻ. ഇത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരും. ഗുഡ് നൈറ്റ്. ഇപ്പൊ ചുരുളൂല, പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ. എന്താണ് ചെയ്തു കൊടുക്കാൻ? എന്താ പേര്? ഷാന. എവിടെ നാട്? തൃശ്ശൂർ. എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഓക്കെ, തുടങ്ങാം നമുക്ക്. പാട്ട് പാടുവോ? ഇല്ല. അപ്പൊ റെഡി, ആക്ഷൻ. അയ്യോ, മിമിക്രി ഒക്കെ നിന്നെ സിനിമയിലെടുത്തടാ. നിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കാറും കൊണ്ടുവന്നേക്കണത്. ഭയങ്കര കഴിവാണ് കേട്ടോ ഈ കോളേജിൽ ഏവിയേറ്റുള്ള കുട്ടികൾക്ക്. ആക്ഷൻ. വെള്ളത്തിൽ കിടന്നാ കൊച്ചങ്ങാനം മരിച്ചിരുന്നെങ്കിൽ നമ്മളെന്തരാ? അത് ശരിയാണ് കേട്ടോ. നീ മാത്തച്ഛൻ ഒരു ദിവസം ഞാനതെടുത്ത് വെള്ളത്തിലിടും. ഈ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ചിന്റെ കാറ്റങ്ങാനും എന്തിനായ പറയും. ഈ ലോകത്തിലെ സകല ചൈനക്കാരും ലോകത്തിലെ സകല ചൈനക്കാരും. നീ അങ്ങോട്ട് നിന്ന് കയറിക്കൊടു അവന്മാരെടുത്ത്. ഇയാൾക്കെന്തോന്ന് കുരുവിന് പനിക്കണ? തോട്ടങ്ങളും വിറ്റ് കിട്ടുന്ന പണം പ്രതിഫലമായി കൊടുത്താലും പോയ ജീവൻ തിരിച്ചു കിട്ടോ? ആരുടെ? കൊച്ചിന്റെ പോയ ജീവൻ തിരിച്ചു കിട്ടോ? മനുഷ്യ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട് ആവിഷ്കരിച്ച ഒരു സമ്പ്രദായം. അയ്യോ, ഞാനല്ല ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്താ സമ്പ്രദായം ആണ് മെഹനാന്. നമ്മളെ കൊച്ചിറക്കോട് പറയും മെഹനെ. കണ്ടോ ആ സ്ലാങ് കണ്ടോ? അതല്ല അവൻ പറഞ്ഞതാ. പറ. മെഹനെ ഈ കാശ് സമ്പാദിക്ക്.
അവന്മാരെ പിടിച്ചാൽ സർക്കാർ നൽകുന്നത് 5 ലക്ഷം 5 ലക്ഷം. ആ 5 ലക്ഷം ഈ ചാക്കോ തന്നെ വാങ്ങി. ആ കറക്റ്റ്. എന്ത് സമ്പാദിച്ചു കുഴഞ്ഞ ഒടുവിലേ ഒടുവിലേ ഓടയതമ്പുരാൻ ഉടയ തമ്പുരാൻ മേലോട്ട് വിളിക്കുന്നേ തന്നെ അല്ല ചവിട്ടിയതാണില്ല കംപ്ലീറ്റും കൊണ്ടുപോയിക്കൊള്ളാം. ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല. കറക്റ്റ്. എന്നിട്ട് എന്തിനു പറ്റി പറ. എന്നിട്ട് പിന്നെ അത്രയും വലുപ്പത്തിൽ കിടന്നു. ആര്? അറിയില്ല നിന്ന് അടി വാങ്ങിക്കണ പാർട്ടി എന്നെ പോലുള്ള ഒരു കലയാൻ എന്നെ പോലുള്ളവർക്ക് അറിയാ ഹോയോ ഇത് കളിയാക്കുന്നുണ്ട്. എന്നെ പോലുള്ളവർക്ക് അറിയാ. ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ അയ്യോ ഇത് പറയല്ലേ. ഇന്ന് നീ ഉറങ്ങില്ല കേട്ടോ. പറഞ്ഞത് ഒന്ന് ടെലികാസ്റ്റ് ചെയ്യുമ്പോ കാണണം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല ഗുഡ് നൈറ്റ്. ഉറപ്പിക്കോ? അവിടെ ഉണ്ടോ? ഉറപ്പാണോ? അതൊരു ചിരിയാണ്. ആ ചിരി ഒന്ന് ചിരിക്കും. അതങ്ങനെ കറക്റ്റ്. സ്മാർട്ട് ബോയ്. പേര് മിത്ര. ഒന്നും ചോദിച്ചില്ല. ഇങ്ങോട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. പേരെന്താണ്? മിത്ര. എവിടെ നാട്? വരാപ്പുഴ. വരാപ്പുഴ. ഓക്കെ. തുടങ്ങിയല്ലോ നമുക്ക്. ആ കൊച്ചി വെള്ളത്തിൽ. കൊച്ചി വെള്ളത്തിലോ? ഇതൊന്ന് കൊഴുക്കട്ടെ അല്ല ഊത്തപ്പം പറയുന്നത് കേള് കൊച്ചാണ്. ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ച് മരിച്ചു പോയിരുന്നെങ്കിൽ, കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല ചായത്തോട്ടങ്ങളും വിറ്റ് കിട്ടുന്ന പണം പ്രതിഫലമായി കൊടുത്താൽ ഈ ജീവൻ തിരിച്ചു കിട്ടുമോ? കിട്ടുമായിരുന്നോ? മനുഷ്യന്റെ പരസ്പര വിശ്വാസം ആവിഷ്കരിച്ച മഹാനാണ് സമ്പ്രദായമാണ് മെഹനവനെ ഈ കാശി. മെഹനവനെ അല്ല മെഹന അങ്ങനെയല്ല മോനെ പറഞ്ഞു പറഞ്ഞ എടോ ഇവിടെ ഒന്നുമില്ല ശനിയാഴ്ച മെഹനവനെ ഈ കാശ് സമ്പാദിക്ക് കൊതു തീരും വരെ സമ്പാദിക്ക് ഒടുവിലുടയ തമ്പുരാൻ വിളിക്കുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിക്കൊള്ളണം. ഇതുവരെ ആരും ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. ഈ ഭൂമി ഇത്ര വലുപ്പത്തിൽ കിടക്കുക ഞങ്ങളെ പോലുള്ളവർക്ക് അലയാൻ വേണ്ടി. ഇത്രയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. ഗുഡ് നൈറ്റ്. ഇത്ര ഉറങ്ങിയിട്ടാ പറഞ്ഞത്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. വടിയെടുത്ത് പുളി എറിഞ്ഞ് പുളിയെടുത്ത് വടി എറിഞ്ഞു. പറ. വടിയെടുത്ത് പുളി എറിഞ്ഞ് പുളിയെടുത്ത് വടി എറിഞ്ഞ്. പെട്ടെന്ന്. വടിയെടുത്ത് പുളി എറിഞ്ഞ് പുളിയെടുത്ത് വടി എറിഞ്ഞ്. വടിയെടുത്ത് പുളി എറിഞ്ഞ് പുളിയെടുത്ത് വടി എറിഞ്ഞ്. വടിയെടുത്ത് പുളി എറിഞ്ഞ് പുളിയെടുത്ത് വടി. ശരി വിട്ടോ. ഒരു ചുവന്ന വണ്ടി വരും, അതിലാ തെണ്ടി വരും. എന്താ പേര്? അഭിലാഷ്. നാട് എവിടെയാണ്? തൃശ്ശൂർ. ഓക്കെ, അപ്പൊ റെഡി, ആക്ഷൻ. വെള്ളത്തിൽ കിടന്ന കൊച്ചിന്റെ കാറ്റ് വരുന്നെങ്കിൽ ഈ സകല ചായത്തോട്ടവും വിറ്റ് കിട്ടുന്ന സമ്പാദ്യം കൊടുത്താലും തിരിച്ചു കിട്ടില്ലല്ലോ. ആരെ തിരിച്ചു കിട്ടില്ല? കൊച്ചിന. മനുഷ്യന്റെ പരസ്പര വിശ്വാസത്തിന്റെ ഒരിതാണല്ലോ കാശി. ഏത്? ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. ഉടമ്പടിയിലല്ലേ? ഉടമ്പടിയില്ല, സമ്പ്രദായത്തിന്റെ ഒരു ഇതാണല്ലോ കാശി. ശരി, ഓക്കെ, സമ്മതിച്ച്. സമ്പാദിക്ക്, മരിക്കോളം സമ്പാദിക്ക്. ഒടുവിലും ഉടമ്പരാൻ വിളിക്കുമ്പോ എല്ലാം കംപ്ലീറ്റ് ആയി മോളി കൊണ്ടുപോകുമ്പോ കംപ്ലീറ്റ് എടുത്തു വെക്കോളണം. ഒരെണ്ണം പോലും ഇവിടെ നിർത്തത്തില്ല. വിജയൻ ചേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. പോയവരാരും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ലോകം ഇത്ര വിശാലമായി കിടക്കുകയാണ്, നമുക്ക് കറങ്ങി കിടക്കാൻ. എന്തോന്ന്? ലോകം ഇത്ര വിശാലമായി കിടക്കുകയാണ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പം വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ?
അപ്പൊ നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത് പുല്ല് വില. ഇത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. ലാസ്റ്റത്തെ ചിരി രണ്ടെണ്ണം ചിരി ചിരി രണ്ടെണ്ണം ഇട. ശരി, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? ഓടാൻ തോന്നുന്നു. ഭയങ്കര. യെസ്. അപ്പോൾ രസകരമായിരുന്നു. എല്ലാവരും മനോഹരമായി തന്നെ ഒരു വ്യത്യസ്ത രീതിയിലേക്കായിരുന്നു അഭിനയം. ചിരിയുടെയൊക്കെ പല തലങ്ങളാണ് ഇദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. എല്ലാവരും രസമായിരുന്നു. ഇദ്ദേഹമൊക്കെ വേറെ രീതിയിലൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഒരു സിനിമയിലെ സ്ക്രിപ്റ്റ് തന്നെ ഒരു 10 രീതിയിൽ ഇവരെല്ലാം അവതരിപ്പിച്ചു. എങ്കിലും ഞാനൊരു ചെറിയ പോയിന്റിൻ്റെ വ്യത്യാസത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച മിസ്റ്റർ ജോഫിനെ വിളിക്കുകയാണ്. മിസ്റ്റർ ജോഫിൻ. ജോഫിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്താണ് മെഹനെ ആ സാധനമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രത്യേക ടോണിലൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും ഒന്ന് സ്റ്റഡി ആയിട്ട് നിന്നാൽ കൊള്ളായിരുന്നു. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന LG ബ്രാൻഡിൻ്റെ ഒരു ബാത്റൂം ഫിറ്റിംഗ് സാധനങ്ങളാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റ്. ഓക്കെ, അടുത്ത ഞാൻ വിളിക്കുന്നു. ആ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ഒരാളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു മാം ഉണ്ടല്ലോ, വിളിക്കും. വരും. ഹലോ. നമ്മളിവിടെയുള്ള ഫാക്കൽറ്റീസിന് കൊണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് ഓടി മറഞ്ഞു നിന്നയായിരുന്നു. അവസാന നിമിഷം കിട്ടിയത് വളരെ ഭാഗ്യം. ഞങ്ങൾ വളരെ ധന്യരാണ്. എന്താണ് പേര്? രഹന. എവിടെയാണ്? നാട് എവിടെയാണ്? തൃശ്ശൂർ. എങ്ങനെയുണ്ട് കുട്ടികൾ? പുതിയ ബാച്ച് അന്നത്തെ നല്ല കുട്ടികളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴാന്ന് പക്ഷേ ടീച്ചർ ഉണ്ടായിരുന്നില്ല മാം അല്ലേ. അപ്പോൾ ഒരു സിമ്പിൾ സംഭവമാണ്. ഇവരൊക്കെ പറയാൻ അവർ പറഞ്ഞിട്ടില്ല. ആ ഒരു ചെറിയൊരു സാധനം തരാം. അന്തയ്ക്ക് കുന്തി ദേവി കിണ്ടി വീഴുമ്പോൾ കിണ്ടി കൊണ്ട് കുണ്ടിൽ വീണു. വാ. ഇനിയൊന്നും മിണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്കൂളിൽ സ്റ്റേജിൽ കയറിയ പോലായി. മുണ്ടിൽ ചെളിപ്പുരള്ളത് പറ. മുണ്ടിൽ ചെളി പുരളരുത്. ഇങ്ങോട്ട് പറഞ്ഞേ. മുണ്ടിൽ ചെളി പുളരരുത്. അല്ല, പുരളരുത്. റെഡി. 1 2 3 സ്റ്റാർട്ട്. മുണ്ടിൽ ചെളി പുളരരുത്. തെറ്റി. റെഡി. 1 2 3 സ്റ്റാർട്ട്. മുണ്ടിൽ ചെളി പുളരരുത്. ഒരിക്കലെങ്കിലും കറക്റ്റായിട്ട് പറയൂ. അറിയില്ല, നാക്ക് മുടിക്കില്ല. മുണ്ടിൽ ചെളി ചെറിയ ചെളി. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ഒറ്റ വാക്കായിട്ട് പറയണം. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. നല്ലൊരു ഗൈഡ് കൊടുക്കുക. താങ്ക് യു. ഇതങ്ങനെ വലിയ കേസൊന്നല്ലല്ലോ. ശരിയാ. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരാളെ കൂടി വേദിയിലേക്ക് വിളിക്കുകയാണ്. ഷാന. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് ചിരിയുടെ പല തലങ്ങൾ കാട്ടിത്തന്ന ഒരാളാണ്. ചിരിച്ചു തുടങ്ങിയാൽ പിന്നെ നിൽക്കില്ല. ഒരു എപ്പിസോഡ് പോലും തികയാതെ വരും അല്ലേ? ചിരിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള നേച്ചർ പ്രീമിയം ബനാന നൽകുന്ന ബി നാനയുടെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തൽക്കാലം അതിൻ്റെ പേര് വളരെ ചിരിയോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഏവിയേറ്ററോട് വിട പറയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡും വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഗുഡ് ബൈ.